ഹലോ, ഹെഡ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇവിടെ പെയിൻറ്റിങ് ആയിരുന്നു. ഏകദേശം പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷമുള്ള ക്ലീനിങ്ങും ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് മാറുന്നതിന് തുല്യമാണ് ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. പെയിൻറ്റിങ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അടുക്കി പെറുക്കി വെക്കലാണ് അപാരം. സത്യം പറഞ്ഞാൽ ഊപ്പാട് വന്നു എന്ന് പറയുന്നത് ശരി. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഓരോരുത്തർ ക്ലീൻ ചെയ്യുവാണ്. ഓരോരുത്തരെന്ന് വെച്ചാൽ ആരാ? ഞാനും ജോസ്റ്റാനും. അപ്പോൾ എല്ലാ സാധനങ്ങളും ഈ വർക്ക് ഏരിയയിലും മുറ്റത്തും ഒക്കെ ആയിട്ട് എടുത്തിട്ടേക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വർക്ക് ഏരിയ ഉള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു കേട്ടോ. കാരണം എല്ലാം കൂടെ അങ്ങോട്ടെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് മഴയുള്ള സീസണല്ല. മഴയുള്ള സീസൺ ആയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. അപ്പോൾ ആദ്യം ജോസാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, അത് നമ്മൾ സ്ത്രീകൾ അടുക്കള ചെയ്തെങ്കിലേ ശരിയാവത്തുള്ളൂ. ബാക്കിയൊക്കെ ആണുങ്ങളെ കൊണ്ടും പറ്റും, മുറിയും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷേ അടുക്കളയിലെ ഓരോ സാധനങ്ങളും നമുക്കേ അറിയത്തുള്ളൂ, ഓരോന്ന് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ. അപ്പോൾ അടുക്കള ഞാൻ ഏറ്റെടുത്തു. ബാക്കിയുള്ള മറ്റ് ബെഡ്റൂമിലോട്ടൊക്കെ ജോസാൻ പോയി. അപ്പോൾ ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് തുടച്ച ശേഷം ബാക്കിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ് ഉണ്ടല്ലോ, അത് വെച്ച് തന്നെയാണ് ഞാൻ ഉരച്ച് കഴുകിയത്. പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി തുടയ്ക്കണം. അതിന് ശേഷമേ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കയറത്തുള്ളൂ. ആദ്യം മുറികളും കിച്ചണുകളും എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ പാത്രങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം അടുക്കി വെക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാം കാലിയായിട്ട് കിടക്കുമ്പോഴാണല്ലോ ക്ലീൻ ചെയ്യാൻ എളുപ്പം. അപ്പോൾ പൊതുവേ ടൈലിലൊന്നും അങ്ങനെ അധികം അഴുക്കൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ അഴുക്കാക്കി ഇടാറില്ല പൊതുവേ. ഇത്തിരിയെങ്കിലും പാചകം ചെയ്യുമ്പോഴാണെങ്കിലും ഇത്തിരിയെങ്കിലും അഴുക്കുണ്ട് അപ്പം തന്നെ തുടച്ചെടുക്കുമേ. അതുകൊണ്ട് അങ്ങനെയുള്ള അഴുക്കുകളില്ല. ഈ പെയിൻറ്റിങ് സമയത്തുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒരു അപാരം തന്നെയാണല്ലോ. ക്ലീനിങ് തന്നെയാണല്ലോ. അപ്പോൾ പെയിൻറ്റിങ് ഉണ്ടെങ്കിലും അത്യാവശ്യം പാചകങ്ങൾ അടുക്കളയിൽ നടക്കുന്നുണ്ടായിരുന്നേ. അന്നേരം ഉള്ള പൊടികൾ കുറച്ചുകൂടി അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അങ്ങനെയുള്ള പൊടികൾ കുറേ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ കാണുന്നവർക്ക് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ബെൻസിക്ക് ഇതൊക്കെ ഒന്ന് ഗ്ലൗസ് ഇട്ട് ചെയ്തൂടെ, കൈയൊക്കെ എന്ത് ഇതാവും, ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ എനിക്ക് ഈ ഗ്ലൗസ് ഇട്ട് ശീലമില്ലെന്നേ. അതുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ടൊട്ട് ചെയ്യാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഈ കരിയടുപ്പിനകത്തൊക്കെ ഗ്ലൗസ് ഇല്ലാതെ ചെയ്യുന്നതിൻ്റെ എൻ്റെ കൈ കണ്ടാലും തിരിച്ചറിയാൻ പറ്റും. എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചേച്ചിമാർ തന്നെ പറയാറുണ്ട്, എന്തുവടി നീ നാട്ടിലോട്ട്, എൻ്റെ മൂത്ത ചേച്ചി പ്രത്യേകിച്ചും നാട്ടിലോട്ട് പോയി അവൾ കൂറയടിച്ച് നടക്കുക, നല്ലപോലെ ഒരുങ്ങത്തുമില്ല, കൈയൊക്കെ കണ്ടാൽ മതി, എന്തോ കരിയ കയ്യിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ ശരിയാണല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അടുക്കള ശരിയാക്കിയ സമയം കൊണ്ട് ജോസാൻ മുറിയിലോട്ട് കയറി മുറിയൊക്കെ ക്ലീൻ ചെയ്യുക. അവിടെയൊക്കെ പെയിൻ്റൊക്കെ വീണ് കിടപ്പുണ്ടല്ലോ, അതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് തുടയ്ക്കുന്ന പരിപാടിയാണേ. എത്രയൊക്കെയായാലും നമുക്കും ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറേ കാണുമല്ലോ. ജോസൻ പിന്നെ വിശാലമായിട്ട് ഇരുന്ന് ഇതൊക്കെ കണ്ടാൽ ചിരിയും വരും. അപ്പോൾ ആ തറയിൽ ഇരുന്ന് ഇങ്ങനെ ചിരണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ തറയൊന്ന് ചെറുതായിട്ടൊന്ന് റഫായിട്ടൊന്ന് തുടച്ചു. അതിന് ശേഷമാണ് ആ തറയിൽ ഇരുന്ന് ഈ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ എന്താ ഞാൻ എൻ്റെ പണി ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ജോസാൻ്റെ വീഡിയോ എടുക്കാനും വരുന്നുണ്ട്. അതിന് ജോസാൻ എൻ്റെ വഴക്ക് പറയുകയാണ്, ഞാനിവിടെ വൃത്തികേടായിട്ടിരിക്കുമോ, എൻ്റെ മുഖം ഒന്നും നല്ലോലല്ല എന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കുകയാണ് ക്യാമറ വരാതിരിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ജോസാൻ കാണുന്ന എല്ലാവർക്കും അറിയാം, ഒരുങ്ങിയിരിക്കാനുള്ള സന്ദർഭമല്ല ഇത്. മൊത്തത്തിൽ കൂറയടിച്ചിരിക്കുക, ക്ലീനിങ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ തറ തുടയ്ക്കലൊക്കെ ഒരു ദിവസം കൊണ്ടുള്ളതായിരുന്നു. പക്ഷെ പാത്രം കഴുകി വെക്കലൊക്കെ ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ, 2-3 ദിവസം എടുത്ത് കുറേശ്ശെ ചെയ്തതാണ്. അപ്പൊ അടുക്കള ടൈലിന്റെ എല്ലാം ഞാൻ ഇതുപോലെ സ്ക്രബ് വെച്ച് ഉരച്ച് കഴുകിയെടുക്കുകയാണേ. അപ്പോൾ ആ കറുത്ത ഷീറ്റ് വിരിച്ചിട്ടത് കൊണ്ട് തന്നെ തറയിലൊന്നും വലുതായിട്ടൊന്നും ഇല്ല. പക്ഷെ എവിടെയാണോ ഷീറ്റ് ഇല്ലാത്തത് അവിടെ മൊക്കെ ഇതുപോലെ പെയിന്റ് വീണ് കിടപ്പുണ്ട്. അത് ചുരണ്ടി എടുക്കലാണ് പണി. അപ്പോൾ ഷോക്കേസിലെല്ലാം ഇങ്ങോട്ട് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വെക്കത്തില്ല, കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളിടത്തേ വെക്കത്തുള്ളായിരുന്നു. ഈ അകത്ത് പെയിന്റ് അടി നടന്ന ദിവസം ഞാൻ നമ്മുടെ കടയിൽ പോയിരുന്നായിരുന്നു വീഡിയോ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പല സംഭവങ്ങളും എവിടേക്ക് എടുത്ത് വെച്ചെന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. കാരണം ഷോക്കേസ് ലാസ്റ്റിലായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത് മാറ്റാൻ വരെ അവർ തന്നെ പറഞ്ഞു, ഇപ്പം മാറ്റേണ്ട, അത് ലാസ്റ്റിലുള്ള പണിയല്ലേ, പിന്നെ മാറ്റിയാൽ മതിയെന്ന്.
അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഗോതമ്പ് ദോശയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചൂരമീൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലായിരുന്നോ, അത് കറി വെച്ചതിൻ്റെ ബാക്കിയാണ്. 3-4 ദിവസം കൂട്ടി ഇങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ. ഒട്ടും കേടാവത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പലരും മീൻകറി ചട്ടിയോടെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഇതുപോലെ ചൂടാക്കി ഒന്ന് തിളപ്പിച്ച് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അടുക്കള ഫിറ്റ് ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും കഴുകിയാണ് കയറ്റുന്നത്. ഇത് കോർണറാണ്, അടുക്കളയിലുണ്ട്. 2 അടുക്കളയിലും സൈഡിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട്. ബാത്റൂമിലും ഇതേ സെയിം ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇത് ഇളക്കി കഴുകലൊന്നും ഇല്ല. കഴുകുന്നവരുണ്ടായിരിക്കാം കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഞാനിതല്ലാതെ ഇളക്കി അങ്ങനെ കഴുകാറൊന്നും ഇല്ല. അതുപോലെ സ്പൂൺ ഇടുന്നതാണെങ്കിലും ഇപ്പോൾ ഇളക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കയറ്റാമെന്ന് വെച്ചു. എല്ലാ സാധനങ്ങളും പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയാണ് അകത്ത് കയറ്റിയത്. എന്തായാലും മെനക്കെടുവാണല്ലോ. അപ്പോൾ ഒരുമിച്ചങ്ങ് മെനക്കെടാമെന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ പെയിന്റ് അടിക്കുന്നവർ പറഞ്ഞത്, പല വീടുകളിലും പോകുമ്പോൾ തൂത്തുവാരക്കം തന്നെ അവർക്ക് ഒരു ദിവസമാണ് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ്. ഏതായാലും ഈ വീട്ടിൽ വലിയ മാറാലയോ പൊടികളോ ഒന്നും ഇല്ലായിരുന്നു. അതും കൂടെ ഞങ്ങൾക്ക് അകം അടിക്കാൻ എളുപ്പമുണ്ടെന്ന് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അടുക്കളയിലെ മേളിൽ പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്ന ഷെയ്ഡുണ്ടല്ലോ, അത് ഞാനും ജോസാനും സമയം കിട്ടുമ്പോഴൊക്കെ മൊത്തം എടുത്ത് മാറ്റി തൂത്ത് വൃത്തിയാക്കാറുണ്ടേ. അതുകൊണ്ട് തന്നെ അധികം പൊടിയേ ഇല്ലായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, ഇതൊക്കെ എന്ത് സൗകര്യം ഉണ്ടല്ലോ, ബോംബെയിലെ പെയിന്റിങ് ഓർത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഈസിയാണെന്ന്. അത് ശരിയാ കേട്ടോ. അയ്യോ, ബോംബെയിലെ പെയിന്റിങ് എന്ന് പറയുന്നത് ആകെ ചിലപ്പോൾ ഒരു റൂമും ഒരു കിച്ചണും ആയിരിക്കുമല്ലോ ഉള്ളത്. ഈ ഉള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് വേണം, കാരണം പുറത്തെടുത്ത് വെക്കാൻ സൗകര്യമില്ല. പിന്നെ ചില ഫ്ലാറ്റുകളിലാണെങ്കിൽ പുറത്ത് ഗാലറി കാണോ അല്ലെ വരാന്ത കാണോ അങ്ങോട്ട്. എന്നാലും അതിനൊരു പരിധിയുണ്ട്, ആളുകൾക്ക് നടക്കേണ്ട സ്ഥലമാണല്ലോ എടുത്തു വെക്കുന്നതിന്. ഈ എല്ലാ സാധനങ്ങളും ആ ഫ്ലാറ്റിന്റെ നടുക്കോട്ട് എടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ ഷീറ്റോ എന്തെങ്കിലും ഒക്കെ വിരിച്ചിട്ടാണ് അവിടുത്തെ പെയിന്റ് അടി എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഇവിടുത്തെയും കൂടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിന് പുറത്ത് എന്ത് പണി ചെയ്താലും ജോലിക്കാർ പോകുന്നതിന് മുമ്പ് അത് മൊത്തം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടിട്ടേ പോകത്തുള്ളൂ. അത് വയറിങ് ആയിക്കോട്ടെ, പ്ലംബിങ് ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പെയിന്റിങ് ആണെങ്കിലും ഓരോ ദിവസവും എത്രത്തോളം ചെയ്തോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തൂത്തുവാരി തുടച്ചിട്ടിട്ടാണ് അവർ പോകുന്നത്. ഇനി വയറിങ് ആണെങ്കിൽ എന്തെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തവും ക്ലീൻ ചെയ്തിട്ട്, കാരണം നല്ല നീറ്റായിരിക്കും. നമുക്ക് അന്ന് തന്നെ തറയിൽ കിടന്നുറങ്ങാം, അതുവരെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോണത്. എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. ഷോക്കേസിലെ എല്ലാ സാധനങ്ങളും കഴുകേണ്ടത്, പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം കഴുകി ബാക്കി തുടയ്ക്കേണ്ടതെല്ലാം കൂടെ തുടച്ച് നന്നായിട്ട് ഒതുക്കി വെച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടെ അതിനകത്തിരുന്ന സാധനങ്ങൾ അതിനകത്തോട്ടൊന്ന് അടുക്കി വെച്ചു, അത്രയേ ഉള്ളൂ. ഈ ബക്കറ്റ് ഡെയിലി യൂസിനുള്ള കുപ്പികൾ ഇട്ട് വെക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും എടുക്കുന്ന കുപ്പികൾ കാലി, ഇപ്പോൾ കടുക് തീർന്നെങ്കിൽ ആ കുപ്പി കഴുകി അങ്ങോട്ട് വെക്കും, ഉണങ്ങുമ്പോൾ ഇതിനകത്തോട്ട് എടുത്ത് വെക്കും. അതുപോലെ ഉലുവ, എന്തെങ്കിലും പൊടി, ജീരകപ്പൊടി, അതല്ലെങ്കിൽ മുളക് പൊടി, പഞ്ചസാര, തേയില, വാട്ടവർ, നമുക്ക് കുറേ ഡബ്ബകൾ കാണുമല്ലോ, അത് കാലിയാവുന്നേ. അപ്പം അത് ഈ ബക്കറ്റിലോട്ട് ഇട്ട് വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പം ഇതിനകത്തുനിന്ന് തന്നെ എടുക്കും. ഓരോ പ്രാവശ്യവും കുപ്പികൾ കാലിയാവുമ്പോൾ ഞാൻ കഴുകി ഉണക്കി തുടച്ച് വെച്ചാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ കുറെ എലമെന്റ്സിന്റെ കുപ്പികൾ നിങ്ങൾക്ക് കാണാൻ നോക്കിയാൽ കാലിയായത് ഇത് എന്തിന്റെയാണ്? ഇമ്മ്യൂണോ3+. അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചത് കെട്ടൽ, അതുപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയാണ് അത്. ഇത് ഡെയിലി ഡീടോക്സ്, അതായത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്ത് കളയാൻ ഡെയിലി ഓരോന്ന് കഴിക്കണം, നന്നായിട്ട് വെള്ളവും കുടിക്കണം. നമ്മുടെ യൂറിനിൽ കൂടി ആ ടോക്സിനെല്ലാം പുറത്തു പോകും. അതിന് വേണ്ടിയുള്ളതാണ് ഡെയിലി ഡീടോക്സ്. ഇതെല്ലാം ഞാൻ കഴിച്ചത്. ഡെയിലി ഡീടോക്സ് ഞാനും ജോസാനും കഴിച്ചതാ. ഇമ്മ്യൂണോ+ ഞാനാ കഴിച്ചേ. ഇത് നോവേദന ക്യാപ്സ്യൂൾ. അയ്യോ, ഈ ദിവസങ്ങളിൽ ഞാൻ ഈ നോവേദന ക്യാപ്സ്യൂളും ചാമ്പി തൈലും കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്, എൻ്റെ പൊന്നോ. അപ്പൊ ഇത് കാലിയായതാണ്, അടുത്തത് പൊട്ടിച്ച് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ ഡെയിലി വേദനയുടെ ക്യാപ്സ്യൂൾ കഴിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും വേണ്ടി ജോലിയുണ്ടല്ലോ. ഇപ്പൊ തീർച്ചയായിട്ടും കാലിനൊരു വേദനയുണ്ട്. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്നും കഴിക്കാറില്ലായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ അറിയാമല്ലോ, ചില ദിവസങ്ങളിൽ ഓവറായിട്ട് എന്തെങ്കിലും ജോലി ചെയ്താൽ, ഒത്തിരി നേരം നിന്നാൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഇന്ന് കാലുവേദന, മിക്കവാറും നല്ല വേദന, രാവിലെ എണീക്കാൻ പറ്റാതാവും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരെണ്ണം കഴിച്ചേച്ചും കിടക്കും. അപ്പൊ ഇതിനകത്ത് കാലിയാവുന്ന എല്ലാം ഞാൻ കഴുകി ഉണക്കിയാണ് വെക്കുന്നത്. അച്ചാറിന്റെ ആയാലും സോസിന്റെ ആയാലും. എണ്ണക്കുപ്പികൾ ഇതിനകത്ത് വെക്കാറില്ല. എണ്ണക്കുപ്പികൾക്ക് വേറെ ഒരു ചാക്കുണ്ട്, അതിനകത്താണ് വെക്കുന്നത്. ഇങ്ങനെ കഴുകി വെക്കുമ്പോഴുണ്ടല്ലോ, ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കടയിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് അതിൻ്റെ പരുവത്തിനുള്ള കുപ്പിക്കകത്തിട്ട് അങ്ങ് വെച്ചാൽ മതി. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് കുറേ പുതിയ സ്റ്റൈലിൽ ലൈറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇവിടെ ഓടനാവട്ടത്തൊരു പുതിയ ലൈറ്റ് കടയുണ്ട്, ലൈറ്റ് ഹൗസ്. ഓറിയന്റ് ലൈറ്റ് ഹൗസ് ആണോ ലൈറ്റ്സ് ആണോ എന്നറിയത്തില്ല. ഓടനാവട്ടം ജംഗ്ഷനിൽ തന്നെ ജോസാൻ്റെ സുഹൃത്തിൻ്റെ കടയാണ് കേട്ടോ, വിഷ്ണുവിൻ്റെ കടയാണ്. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ജോസാൻ ഇവിടെ ഇല്ല കേട്ടോ, അതാണ് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റാത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം. കുറേ ലൈറ്റുകളുണ്ട്. അപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ പണിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. മിച്ചറൊക്കെ പൊട്ടിച്ചാൽ അതിനകത്ത് കപ്പലണ്ടി മാത്രം തിരഞ്ഞു പിടിച്ച് കഴിക്കുന്നവരുണ്ടോ? ഞാനുണ്ട് കേട്ടോ. ജോസഫ് മിക്കവാറും പറയും ഇതിനകത്ത് കപ്പലണ്ടി ഒറ്റ മൊത്തം അവള് തീർത്തന്നു. അപ്പോൾ ലൈറ്റുകൾ കുറേ വെറൈറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ലൈറ്റുകളാണ്. കാരണം ഷൂട്ടിങ്ങിന് വേണ്ടി 2-3 കളറായിട്ട് മാറുന്ന ലൈറ്റൊക്കെയാണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസത്തെ വീഡിയോസ് മിക്സ് ചെയ്താണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ലഞ്ചാണ് ഇന്നത്തെ ഈ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ, ചീര മേടിച്ചുകൊണ്ട് വന്നത്. ചീരയുടെ തണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി തണ്ട് സെപ്പറേറ്റും ഇല കുറച്ച് സെപ്പറേറ്റുമായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് തണ്ട് മാറ്റി കുറച്ച് ഇല എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ പടവലങ്ങ. അപ്പോൾ പടവലങ്ങ കൊണ്ടും ചീര കൊണ്ടുമുള്ള ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചീര നാളുകളോളം എങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാമെന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. നല്ലൊരു ടിപ്പാണ് കേട്ടോ, കാരണം പലർക്കും അറിയാത്ത ഒരു ടിപ്പാണ്. എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ബെൻസി നല്ല ടിപ്പായിരുന്നു, ഇതുപോലുള്ളത് ഇനിയും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ വ്യൂസ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും, കാരണം ഇത്രയും നല്ലൊരു ടിപ്പായിട്ട് അധികം വ്യൂസൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് വീഡിയോസ് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം വ്ളോഗ് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ടിപ്സൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുക്കളയൊക്കെ കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത്, എല്ലാം അടുക്കി പെറുക്കി വരുന്നതേ ഉള്ളൂ. പകുതി പോലും അകത്ത് സെറ്റായിട്ടില്ല, പകുതിയൊക്കെ അതുപോലെ പുറത്ത് കിടക്കുക. എങ്കിലും നമുക്ക് ഡെയിലി വെക്കാനുള്ള കാര്യങ്ങൾ കഴിക്കാനുള്ളത് കഴിക്കണമല്ലോ. ഒരു ദിവസം പുറത്തുനിന്ന് മേടിച്ചു, പക്ഷേ എന്നൊന്നും പുറത്തുനിന്ന് മേടിക്കുന്നതും ശരിയല്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടുമില്ല. പുറത്തുനിന്ന് സാധാ ഫുഡാണ് മേടിച്ചത്, എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവസ്ഥ അതായിരുന്നു, ഒട്ടും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അടുക്കളയിൽ പെയിന്റിങ് അടിക്കുന്ന ദിവസം ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പോൾ അടുക്കളയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. പണിയൊക്കെ ഇതാ ഒരു സൈഡിൽ കൂടെ ഒതുക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഇത്തിരി ദിവസങ്ങൾ എടുക്കും. ഞാനാണെങ്കിൽ എല്ലാം കൂടെ ഒതുക്കി പെറുക്കി ഇന്നലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദിവസം പറയാൻ ഇത്ര ധൃതി എന്തോ, കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ, സാവധാന സമയം എടുത്ത് ചെയ്താൽ മതി, നമ്മൾ രണ്ടുമല്ലേ ഉള്ളൂ. അപ്പോൾ ശരിയാണ്, സാവധാനം ചെയ്യാമെന്ന് വെച്ചു. എല്ലാം കൂടെ ഒരു ദിവസം തന്നെ വാരി വലിച്ച് ചെയ്തിട്ട് പറ്റുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ അടുക്കള ഒതുക്കി, ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം പുറത്ത് കിടക്കുക. ഒരു മൊത്തത്തിൽ എടുത്ത് പുറത്തിട്ടിട്ട് വീണ്ടും അറേഞ്ച് ചെയ്യുന്ന, എനിക്ക് ബോംബെന്ന് വന്ന സമയത്ത് കാർഗോ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അടുക്കി പെറുക്കിയ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതേ അവസ്ഥയാണ് ഇപ്പോഴും, അതിനേക്കാൾ ഭീകരം എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന കറി ഉണ്ടല്ലോ, കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നരുത് അയ്യേ ഇങ്ങനൊരു കറിയുണ്ടോ, ഇതെന്ത് കറിയാണ് എന്നൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയുള്ളൊരു കറിയുണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷേ എന്താണ്, ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലൊരു കറിയാണ്. ഉള്ള സംഭവങ്ങളെല്ലാം കൂടി ഇട്ടൊന്നും വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ. പിന്നെ എക്കോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ, കാരണം സാധനങ്ങളൊക്കെ കുറവല്ലേ അടുക്കളയിൽ, അതിൻ്റെയാണ് എക്കോ ആയിട്ട് തോന്നുന്നു. റൂമിലും എല്ലാം പുറത്ത് കിടക്കുമല്ലേ, പിടിച്ചിട്ടിട്ടില്ലല്ലോ ഒന്നും, അതിൻ്റെ എക്കോ പോലെ എനിക്ക് തന്നെ ഫീൽ ആവുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലൊരു കറിയാണ്. നിങ്ങൾ ആരൊക്കെ, എനിക്ക് തോന്നുന്നു മിക്കവാറും ഡയറ്റിങ് ചെയ്യുന്നവരൊക്കെ, ഡയറ്റീഷ്യന്മാർ, ന്യൂട്രീഷ്യന്മാർ ഇങ്ങനെയുള്ള ഫുഡൊക്കെ പറഞ്ഞു തരാറുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതൊന്നുമല്ല. കാരണമൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഉച്ചയ്ക്ക് നന്നായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ, അങ്ങനെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഇത് കുറച്ച് ചെറുപയറാണ്. നേരത്തെ ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, തുവർ ഡാൾ, തൊമരപ്പരിപ്പ്, അത് വെച്ച് ഇതുപോലൊരു കറി വെച്ചായിരുന്നു ഇന്ന്. പക്ഷേ എൻ്റെ ഈ തുവർ ഡാൾ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് തികയത്തില്ല ഒരു കറിക്ക് വേണ്ടി. അതുകൊണ്ട് ഇത് നമ്മുടെ ചെറുപയറാണ്, പച്ചപ്പയർ. അതിനകത്തേക്ക് ചീരയുടെ തണ്ടൊക്കെ എടുത്ത് വെച്ചില്ലായിരുന്നു, ആ തണ്ടും ഇത്തിരി ഇലയും കൂടെ. അപ്പോൾ ഞാൻ സാധാരണ ഈ ചീരയുടെ തണ്ടും തോരനകത്ത് തന്നെ ഞങ്ങൾ തോരൻ വെക്കാൻ ഇടുമായിരുന്നു പതിവ്. ഒരു ദിവസം റോസമേൻ്റി പറഞ്ഞു ഇതുപോലെ തണ്ട് ചിലപ്പോൾ തോരനകത്തിടും, അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഇതുപോലെ പരിപ്പിനകത്തൊക്കെ ഇട്ട് കറി വെക്കാൻ എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാം, തണ്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അടുപ്പൊന്നും ഇന്ന് കത്തിക്കാൻ പറ്റില്ല,
അവിടെ എല്ലാം പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുക. ഇതുകൊണ്ട് ഇത് ഒരു 1-2 വിസിൽ അത് മതിയാവും. അതായത് പയറ് നന്നായിട്ടൊന്ന് വേവണം, അത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഇത്തിരി തക്കാളിയും പച്ചമുളകും കൂടി ഇടുവാണേ. അപ്പം ഞാൻ അടുക്കളയെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡൊക്കെയാണ് ജോസാൻ ഓരോ ലൈറ്റ് ഇതെവിടെ ഫിറ്റ് ചെയ്യണം എന്നും പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം ഇന്നലെ രാത്രിയിൽ 1-2 ഫിറ്റ് ചെയ്തു. ജോസാനാണെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അന്നേരം തന്നെ ഫിറ്റ് ചെയ്ത് കാണണം. ഞാൻ പിന്നെ പറഞ്ഞു ഇത്രയും നേരമായില്ലേ, ബാക്കി ഇനി നാളെ ചെയ്താൽ മതി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ ലൈറ്റുകൾ എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണ്. നല്ല ലുക്കില്ലേ ഈ ലൈറ്റുകൾക്കൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓടനാവട്ടം ജംഗ്ഷൻ, ഓടനാവട്ടത്ത് ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ. ഇവിടുന്ന് കൊട്ടാരക്കരയിൽ നെല്ലിക്കുന്നത്തുനിന്ന് ഓടനാവട്ടത്തുനിന്ന് പോകുമ്പം വലത്തുവശത്ത്, അതായത് മാർക്കറ്റില്ലേ ഓടനാവട്ടത്ത് ജംഗ്ഷൻ, അതിൻ്റെ ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ വലത്തുവശത്താണ് ഓറിയന്റ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ കടയിൽ എന്തെങ്കിലും മേടിക്കാൻ പോകുന്നു എങ്കിൽ പറയണം, ഹെഡ്മിലോഡിലെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും. അപ്പോൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ജോസാൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ജോസാൻ ഞാൻ വീഡിയോയിൽ ഏതായാലും ഇന്നടത്തു നിന്നാണ് മേടിച്ചതെന്ന് പറയും, വിഷ്ണുവിൻ്റെ അടുത്ത് പറയണം ആരെങ്കിലും പോകുന്നുവെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കണേന്ന്. ഈ ലൈറ്റ് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ അവസാനം ഹെൽപ്പിന് വേണ്ടി കസേരയുടെ മേള എനിക്കും കയറേണ്ടി വന്നു, കയറി ഇതൊന്ന് പിടിച്ചു കൊടുക്കാനായിട്ട്. ജോസാന് പിന്നെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ, ലൈറ്റോ ഫാനോ ട്യൂബോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇലക്ട്രിക് പരമായിട്ടുള്ളത് അന്നേരം തന്നെ ചെയ്തില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. പടവലങ്ങ തോരൻ വെക്കാനായിട്ട് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ആക്ച്വലി ഞാൻ വിചാരിച്ചു കടുക് തീർന്നു പോയെന്ന്. പിന്നീട് അടുക്കി വെച്ചപ്പോഴാണ് മനസ്സിലായത് 2 കുപ്പിയിൽ കടുക് ഉണ്ടായിരുന്നു, അതിനകത്തെ 1 കുപ്പിക്കകത്തേ തീർന്നത്, മറ്റേത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എണ്ണ ചൂടായ ശേഷം ഞാൻ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റി. എൻ്റെ കയ്യിലെ കറിവേപ്പിലെ സ്റ്റോക്ക് എല്ലാം തീർന്നു കേട്ടോ. ഇനി എൻ്റെ കറിവേപ്പ് മരത്തെ എൻ്റെ തൈക്കകത്തുനിന്ന് പറിച്ചാൽ അത് എൻ്റെ തൈ ഇവിടെ നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അധികം അതിൽ നിന്ന് എടുക്കാറില്ല. സവാളയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം ഞാൻ പടവലങ്ങ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത് കണ്ട് നിങ്ങളാരും ചിന്തിക്കരുത്, ദൈവമേ ചേച്ചിക്ക് തെറ്റിപ്പോയോ എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. ജോസൻ തോരനുകൾ അരിയുന്നത് എങ്ങനെയാണ് കേട്ടോ. ഞാൻ ഈ തോരൻ അരിഞ്ഞു വെച്ചേക്കുന്നത് കണ്ടിട്ട് ജോസൻ പറയുമായിരുന്നു, നീ എന്തോ എനിക്ക് പഠിക്കുവാണോ എന്ന്. അത് പക്ഷേ ജോസന് ചെറുതായിട്ട് അരിയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. അത് പടവലങ്ങ ആയാലും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും കോവയ്ക്കായാലും എല്ലാം ജോസൻ ഇതുപോലെ വലുതായിട്ട് അരിയുന്നത്. അപ്പം ഞാൻ കൊച്ചിലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സത്യമാണോ എന്തുവാണെന്ന് എനിക്കറിയില്ല. പച്ചക്കറികൾ ചെറുതായിട്ട് അരിഞ്ഞാൽ അതിൻ്റെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് കറികളോ തോരനോ ഒക്കെ വെക്കുമ്പോൾ വലുതായിട്ട് തന്നെ അരിഞ്ഞിടണമെന്ന്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കും, അന്നേരം ഈ തോരനൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. കാരണം തോരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടല്ലേ അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇത് പടവലങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം പടവലങ്ങ ആകുമ്പോൾ പെട്ടെന്ന് വേവും, ഒന്ന് ആവി വന്നാൽ മതി, അപ്പോഴത്തേക്ക് അങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയ ശേഷം മസാലയ്ക്കായിട്ട് ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല, തേങ്ങയും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇളക്കി അടുപ്പിൽ വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിനകത്ത് വെച്ചിരുന്നത് നന്നായിട്ട് വെന്ത്, ഞാൻ അങ്ങ് നന്നായിട്ട് ഉടയ്ക്കുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നല്ലതുപോലെ ഉടയണോ അതോ വേണ്ടേന്നുള്ളത്. അപ്പോൾ തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പടവലങ്ങ തോരൻ ഭയങ്കര എളുപ്പമുള്ള ഒരു തോരനാണേ. അപ്പോൾ കറിക്കായിട്ട് ഒരു ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാൻ കടുകല്ല ചെറിയ ജീരകം, നല്ല ജീരകമാണ് ഇട്ട് പൊട്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, ലേശം സവാള ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചേർത്തിരിക്കുന്നത് ലേശം കായം. അസിഡിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കായം ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം, അതിൻ്റെ മസാലയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും നമുക്ക് എത്രയും ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളവും ചേർക്കാമേ. അപ്പോൾ ഞാനിതിൽ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാലയുടെ അതൊരു ഇഷ്ടമല്ല, പകരം സാമ്പാർ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റാം കേട്ടോ. ഇങ്ങനൊരു രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്, അതൊന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള എന്താണോ ടേസ്റ്റ് ആ രീതിയിലാക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ കടുക് താളിക്കണമെങ്കിൽ അങ്ങനെയും ആവാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ. അപ്പോൾ ഞാനിതിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങയില്ലാത്തൊരു സിമ്പിൾ കറി, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇത്രയും ക്ലീനിങ്ങോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമേ. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി വലുതായി. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, ദൈവമേ ഇത്രയും ക്ലീനിങ് മാത്രം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന്. അപ്പോൾ ജോസൻ ഇവിടെ ഫ്രണ്ടിലെ ഷോക്കേസൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു.
എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.